എല്ലാവർക്കും ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോ ഓപ്പണോപ്പണോ എന്ന പ്രെയറിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് ഹവായിയൻ ദ്വീപിലെ കുറച്ച് ആൾക്കാർ, അവിടെ കുറച്ചെന്നല്ല മുഴുവൻ ജനങ്ങളും ഈ ഒരു പ്രെയർ ഉപയോഗിച്ച് അവരുടെ റിലേഷൻഷിപ്സ് വളരെയധികം നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും മനുഷ്യന്മാരോടാണ് ഇടപെടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ അവർ വളരെയധികം നല്ല രസകരമായിട്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിൽ മെയിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഈ പ്രെയർ തന്നെയാണ്. അത് നമുക്ക് ഒരു 4 ഫ്രേസസാണ്. അതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു മനുഷ്യ സമൂഹത്തിൽ തന്നെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു മന്ത്രം എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാം. ഈ 4 ഫ്രേസസ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതും മികച്ചതുമായ ഒരു ഫ്രേസസ് തന്നെയാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ഐ എം സോറി. നമ്മളുടെ എന്ത് കാര്യമാണോ നമ്മൾ അനുഭവിക്കുന്നത് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ആദ്യം തന്നെ നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ സോറി ചോദിക്കും. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തന്നെ ക്ഷമിക്കണം. ഞാൻ അതറിയാതെ ചെയ്തു പോയതാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഐ ലവ് യു. അപ്പോൾ അങ്ങനെ ക്ഷമിച്ച് നമ്മുടെ ആ 2 പേരുടെയും തമ്മിലുള്ളൊരു റിലേഷൻ നന്നാക്കി തന്നതിന് ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു. ഈ ഒരു 4 ഫ്രേസസ് വളരെ എന്താ പറയുക, നിസ്സാരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇത് വളരെയധികം നമ്മളുടെ സംബന്ധങ്ങളിൽ നമുക്ക് ഏത് റിലേഷനിലായാലും, അത് നമ്മുടെ ഫാമിലിയിലാവട്ടെ, നമ്മുടെ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പ്രൊഫഷന് ഓരോരുത്തരുടെ ജോലി ചെയ്യണമല്ലേ. ഒരു എന്താ പറയുക, നമ്മളുടെ നാടൻ പണി തുടങ്ങിയിട്ട് ഏറ്റവും ഹൈ പ്രൊഫഷണലിസ്റ്റ് വരെ അവരെല്ലാവരും ഓരോ ആൾക്കാരായിട്ട് നമുക്ക് സംബന്ധമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിനോടൊന്ന് റിലേറ്റ് ചെയ്ത് വളരെയധികം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ്, മന്ത്രമല്ല കേട്ടോ, അതൊരു ഫ്രേസ് തന്നെയാണ്. ഫ്രേസസ് എന്നാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ. ഒരു കൂട്ടം പദങ്ങൾ. ഇത് നമുക്ക് വളരെയധികം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മളുടെ ചെറിയ ഏതെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആ ആളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ബന്ധത്തിലുള്ള എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നമ്മൾ തന്നെയാണ്. ഞാൻ ചെയ്ത തെറ്റ് നമുക്ക് മറ്റൊരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ നമ്മൾ പറയും അത് അവൻ കാരണമാണ്, അതല്ലെങ്കിൽ അവൾ കാരണമാണ്, അല്ലെങ്കിൽ ഇവർ കാരണമാണ്, മറ്റവർ കാരണം. ഇതൊന്നുമല്ല ശരിക്കും. ഇത് നമ്മളുടെ തന്നെ മനസ്സിൻ്റെ ചില മിസ്കൺസെപ്ഷൻസാണ്, നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ആ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരോട് ആ ബന്ധത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം, അതായത് ആ തെറ്റ് ചെയ്തതും അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്രേസ് ഒരു 108 തവണ നമ്മൾ ഇത് ചാൻറ്റ് ചെയ്യണം. അതും വളരെയധികം എന്താ പറയണ്ടേ, വളരെയധികം നമ്മുടെ മനസ്സിൽ നമ്മൾ ഫുള്ളായിട്ട് നമുക്കതിനോടൊരു അറ്റാച്ച്മെൻറ്റ്, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിനെ മുഴുവനും അത്രയ്ക്കും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വേണം, ഒരു ഫീലിങ്സോടു കൂടി വേണം നമ്മൾ പറയാൻ. അപ്പോൾ ഇത് റിലേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ നമ്മുടെ പണസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കിത് ഉപയോഗപ്പെടുത്താം. നമ്മളെല്ലാവരും എന്താ പറയുക, ഓരോ ജോലികളും അതുപോലെ ബിസിനസ് അല്ലെങ്കിൽ പല പല മേഖലകളിൽ വർക്ക് ചെയ്ത് നമ്മൾ പണം നമുക്ക് വേണം. എന്നാലാണ് നമുക്ക് ജീവിതം വളരെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ പണത്തിനോടും നമുക്കൊരു റിലേഷനാണല്ലേ. അപ്പോൾ ഈ ഒരു
പണം നമ്മുടെ കയ്യിലേക്ക് വരാനും നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് നമുക്കത് ഉപയോഗപ്പെടുത്താനും നമുക്ക് വളരെ സുഗമമായിട്ട് നമ്മുടെ പണത്തിനോടുള്ള ഒരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത പണം നമ്മളിലേക്ക് സുഗമമായി വരുന്നതാണ്. അതായത് നമ്മൾ ആ ഒരു എനർജീനെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ഇവിടെ ഈ ലോകത്ത് കാണുന്ന ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാതും ഒരു എനർജിയാണെന്നാണ് പറയുക. അപ്പം നമ്മുടെ ഹൈ എനർജി ലെവലിൽ വേണം നമ്മളിതൊക്കെ ചെയ്യാം. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴോ നമുക്ക് സമാധാനക്കേടുള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ ഈ ഓപ്പണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. നമ്മൾ വളരെ ശാന്തമായി പീസ്ഫുള്ളായിട്ട് ഒരു 2-3 ബ്രീത്തിങ്സൊക്കെ എടുത്ത് നമ്മൾ തന്നെ വളരെ കാമായിട്ടിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം എന്താ പറയുക, നമുക്ക് ഒരു സമാധാനം നമ്മൾ തന്നെ അനുഭവിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസസാണ് ഈ ഒരു ഹോപ്പോണോപ്പോണോ പ്രെയർ. അപ്പോൾ നമ്മൾ പണത്തിന് നമ്മൾ എങ്ങനെ നമുക്ക് ആകർഷിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ പണത്തിനായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, എനിക്ക് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഈ പണസംബന്ധമായിട്ടുള്ള എല്ലാ മോശമായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ ചിന്തകൾ, പ്രവൃത്തികൾ എല്ലാം ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളത് പറയാൻ ശ്രമിക്കണം. നമ്മൾ അത്രയും ഫീൽ ചെയ്തിട്ട് നമ്മളത് പറയുമ്പോൾ പ്രപഞ്ചത്തിന് നമ്മുടെ ഫീലിങ്സാണ് കൂടുതൽ അത് അട്രാക്റ്റ് ചെയ്യുക. നമ്മൾ എന്താണോ പറയണത്, എന്താണോ ചിന്തിക്കണം, അതിനേക്കാളും നമ്മുടെ ഫീലിങ്സ് എന്താണോ അതാണ് പ്രപഞ്ചം കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ഈ പണത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ മോശമായിട്ടുള്ള എല്ലാ ഓർമ്മകളും, അതുപോലെ കുറേ പ്രോഗ്രാമിങ്ങുകൾ നമ്മളുടെ തന്നെ മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇല്ലാതാക്കണം എന്ന് ഞാൻ വളരെ താഴ്മയെ അപേക്ഷിക്കുകയാണ്. അതെല്ലാം മാച്ച് കളഞ്ഞതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നിലൂടെ അനായാസമായി അതുപോലെ സമാധാനപരമായി ഒഴുകിയെത്തുന്നു. ഞാൻ സമ്പന്നതയ്ക്കും സമൃദ്ധിക്കും അർഹനാണ്. ഇത് വളരെയധികം നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അത്രയും നമ്മളൊന്ന് ഫീലിങ്സോടുകൂടി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് പണം ഒഴുകിയെത്തുന്നതാണ്. അപ്പോൾ നമ്മൾ റിലേഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞു, അല്ലേ, ധനത്തിനെ പറ്റി പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപയോഗപ്പെട്ട വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കുറേ ആവശ്യങ്ങളുണ്ടല്ലേ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രെയർ ഉപയോഗിച്ച്, ഈ ഹോപ്പോണോപ്പോണോ പ്രെയർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ എളുപ്പമാണ്. ഇത് നമുക്ക് തോന്നും, അല്ല ഇതിപ്പോൾ ഒരു പ്രെയർ പറഞ്ഞാൽ പോരെ, എന്നാൽ പിന്നെ നമ്മുടെ എല്ലാവർക്കും ഈ ഒരു ലൈഫിലെല്ലാം നേടിയെടുക്കാമല്ലോ. പക്ഷേ നമ്മളതിനെ എങ്ങനെ എടുക്കണം, നമ്മളതിനെ എങ്ങനെയാണോ നമ്മുടെ മാനസികമായിട്ട് നമ്മളതിനെ ഉൾക്കൊള്ളണം, അതിനനുസരിച്ചിരിക്കും നമ്മുടെ വിജയം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് നമ്മളതിനെ എടുക്കണ്ട. ഏറ്റവും നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്കത് തൃപ്തി ഉണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ പറയാം, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മിറാക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഞാൻ ഈ പ്രെയർ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു. തുടർന്നും എല്ലാവരും വീഡിയോസ് കാണാനും അതുപോലെ അതിന് കമൻസ് ഇടാനും ഷെയർ ചെയ്യാനൊക്കെ ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ആൾ.